ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠമായ ജലം നിത്യജീവിതത്തിൽ എന്നതിൻ്റെ നോട്ട്സ് കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. നമ്മൾ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അപ്പോൾ ആ വീഡിയോയുടെ ആ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പുഴവെള്ളം നാം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? കുളിക്കുന്നതിന്, കൃഷിക്ക്, വസ്ത്രം അലക്കാൻ, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, വൈദ്യുതി നിർമ്മാണത്തിന്, കുടിവെള്ളത്തിന്. അടുത്ത ചോദ്യം നോക്കൂ. കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ? പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതെല്ലാം? കിണർ, കുഴൽക്കിണർ, മഴവെള്ളം, അരുവി, കുളം, കനാലുകൾ. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന്, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന്. ശുദ്ധജലത്തിൻ്റെ നിർവചനം എഴുതുക. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ജലത്തിന് നിശ്ചിത ആകൃതിയില്ല. ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. താഴെ നൽകിയ വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക? വസ്തുക്കൾ ഊഹം എന്നുള്ളത് കേട്ടോ. നോക്കൂ. കല്ല് ജലത്തിൽ താഴ്ന്നു പോകുന്നു. ബലൂണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. നാണയം ജലത്തിൽ താഴ്ന്നു പോകുന്നു. തടിക്കഷ്ണം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കർപ്പൂരം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പ്ലാസ്റ്റിക് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇരുമ്പാണി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മെഴുക് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പുപൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മുകളിൽ പറഞ്ഞ പദാർത്ഥങ്ങളിൽ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? വെള്ളത്തിൽ ലയിക്കാത്ത പദാർത്ഥങ്ങളുണ്ടോ? പരീക്ഷണം നടത്തി നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്തുക. ഇതിൽ ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പുപൊടി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നിവയാണ്. ജലത്തിൽ ലയിക്കാത്തവ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത്തരം ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ചങ്ങാടത്തിലെ യാത്ര, ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തൽ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള നീന്തൽ, വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകൾ ഉപയോഗിച്ചുള്ള നീന്തൽ, നദിയിലൂടെ തടി, ഈറ്റക്കെട്ട് എന്നിവ കൊണ്ടുപോകൽ. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. എന്താണ് ലീനം? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കുന്നു. എന്താണ് ലായകം? ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. എന്താണ് ലായനി? ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഇനി ഓരോന്നിലെയും ലായനി, ലീനം, ലായകം എന്നിവ പട്ടികപ്പെടുത്തുക. പഞ്ചസാര ലായനിയിൽ ലീനം പഞ്ചസാരയാണ്, ലായകം ജലമാണ്. സോഡയിൽ ലീനം കാർബൺ ഡൈ ഓക്സൈഡാണ്, ലായകം ജലമാണ്. തുരിശ് ലായനിയിൽ തുരിശ് ലീനമാണ്, ലായകം ജലമാണ്. നേർപ്പിച്ച വിനാഗിരിയിൽ ലീനം വിനാഗിരിയാണ്, ലായകം ജലമാണ്. ചക്കപ്പശ, ടാറ് എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെ നീക്കം ചെയ്യും? ചക്കപ്പശയും ടാറും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു. അതുകൊണ്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പുരട്ടിയാൽ ചക്കപ്പശയും ടാറും നീക്കം ചെയ്യാം. ബോൾ പെയിൻറ് പേനയുടെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? മഷി ആൽക്കഹോളിൽ ലയിക്കുന്നു. സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വസ്ത്രത്തിൽ പുരണ്ട ബോൾ പെയിൻറ് പേനയുടെ മഷി നീക്കം ചെയ്യാം. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ? പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായകങ്ങളിൽ ലയിപ്പിച്ചു നോക്കൂ. ആദ്യം പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ് എന്നിവ ജലത്തിൽ ലയിക്കുന്നു. കർപ്പൂരം ലയിക്കുന്നില്ല. മണ്ണെണ്ണയിലോ? കർപ്പൂരം മാത്രമാണ് ലയിക്കുന്നത്. വെളിച്ചെണ്ണയിലും കർപ്പൂരം മാത്രമാണ് ലയിക്കുന്നത്. സാർവിക ലായകം. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകമെന്ന് വിളിക്കുന്നു.
ജലത്തിൻ്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക. വസ്ത്രങ്ങൾ അലക്കാൻ, വിവിധ പാനീയങ്ങൾ തയ്യാറാക്കാൻ, മരുന്നുകൾ കഴിക്കുമ്പോൾ, ചെടികൾ നനയ്ക്കുമ്പോൾ, പെയിൻറ്റുകൾ നേർപ്പിക്കുമ്പോൾ, അഴുക്കുകൾ കഴുകിക്കളയുമ്പോൾ. വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്തു നോക്കുക. നിരീക്ഷണം എഴുതുക. ആദ്യത്തെ സന്ദർഭം, 2 ഗ്ലാസുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിക്കുക. നിരീക്ഷണം എന്താണ്? പൊടിക്കാത്ത പഞ്ചസാര പതുക്കെ അലിയുന്നു, പൊടിച്ച പഞ്ചസാര വേഗത്തിൽ അലിയുന്നു. സന്ദർഭം 2 ഗ്ലാസുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിക്കുക. നിരീക്ഷണം, പഞ്ചസാര ഇളക്കുന്നത് വേഗത്തിൽ അലിയുന്നു, ഇളക്കാത്തതിൽ പതുക്കെ അലിയുന്നു. മൂന്നാമത്തെ സന്ദർഭം, 1 ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് തുള്ളി മഷി ലയിപ്പിച്ച് നോക്കുക. നിരീക്ഷണം, ചൂടുവെള്ളത്തിൽ മഷി വേഗത്തിൽ അലിയുന്നു, തണുത്ത വെള്ളത്തിൽ മഷി സാവധാനം അലിയുന്നു. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി എഴുതുക. ആദ്യത്തെ സന്ദർഭത്തിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രതല വിസ്തീർണം കൂടുന്നു, അതുകൊണ്ട് വേഗത്തിൽ ജലവുമായി കൂടിച്ചേർന്ന് ലയനം നടക്കുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കുമ്പോഴും ജലവുമായുള്ള സമ്പർക്കം വേഗത്തിലാകുന്നു, അതുകൊണ്ട് വേഗത്തിൽ ലയിക്കുന്നു. മൂന്നാമത്തെ സന്ദർഭത്തിൽ താപനില ഉയരുന്നത് മൂലം ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലാവുന്നു, അതുകൊണ്ട് ലയനം വേഗത്തിലാവുന്നു. അടുത്ത ചോദ്യം, ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഘനീഭവിച്ച് അഥവാ തണുപ്പിച്ച് ഐസായി മാറുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ചികിത്സാ രംഗത്ത് വേദന, അണുബാധ, നീർക്കെട്ട് എന്നിവ കുറയ്ക്കാൻ, ഐസ് സ്പോർട്സുകൾ, സ്കേറ്റിംഗ്, ഐസ് ഹോക്കി. ഐസ് ഉപയോഗിച്ച് ആർട്ട് വർക്കുകൾ, പാനീയങ്ങൾ തണുപ്പിച്ചുപയോഗിക്കുന്നതിന്, മരുന്നുകൾ കേടാകാതിരിക്കുന്നതിന്. ഐസ് അല്പസമയം പുറത്തു വച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? ഐസ് ഉരുകി വെള്ളമായി മാറുന്നു. എന്താണ് ഇതിന് കാരണം? ഐസ് താപോർജ്ജം സ്വീകരിച്ച് ജലമാകുന്നതാണ് കാരണം. ചൂട് വഹിക്കാൻ ജലത്തിനുള്ള കഴിവ് നാം പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ഏതെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ? അരി വേവിക്കുന്നതിന്, ചികിത്സാ രംഗത്ത് അതായത് ആവി പിടിക്കാൻ, വേദന കുറയ്ക്കാൻ, വ്യവസായ രംഗത്ത്, വൈദ്യുത നിർമ്മാണ രംഗത്ത്, സ്റ്റീം എഞ്ചിനുകൾ. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു? ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി ഉയരുന്നു. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ ഈ പ്രക്രിയ തുടരുന്നു. അങ്ങനെയാണ് തുണികൾ ഉണങ്ങുന്നത്. എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കണങ്ങൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഉപകരണം ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളമൊഴിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക. 3 കുപ്പികളിലെയും ജലനിരപ്പ് ഒരുപോലെയാകും. ജലം വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നിങ്ങളുടെ ചുറ്റുപാടിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഏതെല്ലാമെന്ന് എഴുതുക. അരുവികൾ, പുഴകൾ, കുളങ്ങൾ, നദികൾ, ഭൂഗർഭജലം, ഹിമാനികൾ, മഴവെള്ളം. മഴ ഉണ്ടാകുന്നതെങ്ങനെ? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മഴമേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നത്, കന്നുകാലികളെ കുളിപ്പിക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് എറിയുന്നത്, മത്സ്യമാംസ വിപണികളിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം തള്ളുന്നത്, മലിനജലം ഒഴുക്കിവിടുന്നതിലൂടെ കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കൽ. ജലത്തിൻ്റെ അവസ്ഥാമാറ്റമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത്. യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നോക്കിക്കേ, ജലം തണുപ്പിക്കുമ്പോൾ ഐസാവുന്നു, ഐസ് ഖരം ആണ്. ജലം ചൂടാക്കുമ്പോൾ നീരാവിയാകുന്നു, നീരാവി വാതകമാണ്. ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തീകരിക്കുക. ജലത്തിൻ്റെ സ്രോതസ്സുകൾ അരുവികൾ, നദികൾ, കിണറുകൾ. ഉപയോഗം കുടിക്കാൻ, പാചകം ചെയ്യാൻ, കുളിക്കാൻ. സവിശേഷത ഒഴുകുന്നു, വസ്തുക്കളെ ലയിപ്പിക്കുന്നു, താപം വഹിക്കുന്നു. ജലത്തിൻ്റെ അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം. മലിനീകരണ മാർഗങ്ങൾ വാഹനങ്ങൾ കഴുകുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. 3 വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോർട്ട് താഴെ നൽകിയിരിക്കുന്നു. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക. നോക്കിക്കേ, ഇതിൽ തന്നിട്ടുള്ളതിൽ നമുക്ക് കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ? എങ്ങനെ കഴിയും? അരിക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ മുതലായ മാർഗങ്ങൾ ഉപയോഗിച്ച് നദിയിലെയും കുളത്തിലെയും വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാം.
ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, ടിന്നുകൾ എന്നിവ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയരുത്. കീടനാശിനികൾ, രാസവളങ്ങൾ, ഫാക്ടറി മാലിന്യങ്ങൾ തുടങ്ങിയ ദോഷകരമായ രാസവസ്തുക്കൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടരുത്. വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും മലിനജലം ജലസ്രോതസ്സുകളിലേക്ക് തുറന്നു വിടരുത്. മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയരുത്. ജലത്തിൻ്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത സന്ദർഭങ്ങളിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. നോക്കിക്കേ, ജലസവിശേഷത ആദ്യം താപം വഹിക്കുന്നു. അതിനുള്ള ഉദാഹരണമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക്. പിന്നെ വിധാനം പാലിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്നത് ഉദാഹരണമാണ്. സാർവിക ലായകമാണ് ജലം. അതിനുള്ള ഉദാഹരണം പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ. ബാഷ്പീകരിക്കാനുള്ള ജലത്തിൻ്റെ കഴിവിനുള്ള ഉദാഹരണം നനഞ്ഞ തുണികൾ ഉണക്കുന്നു, ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജലം നിത്യജീവിതത്തിൽ എന്നുള്ള പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് വരുന്ന ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളുമാണ്, നോട്ട്സുകളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്